രാവിലെ നമ്മൾ തൂക്കമൊക്കെ ആയതുകൊണ്ട് ഇഡ്ഡലി സാമ്പാറുമാണ്. ഇഡ്ഡലി സാമ്പാറും മുളക് സംബന്ധിയാണ്. ഇന്നലെ രാത്രി 2 മണിയായി നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേന്. ഉറങ്ങി എണീറ്റപ്പോഴത്തേന് 8 മണി കഴിഞ്ഞു. അപ്പോൾ രാവിലത്തെ പരിപാടി എല്ലാം കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്നാലും രാവിലെ കാപ്പിയെ കുടിച്ചിട്ട് വേണം ഇനി അങ്ങോട്ട് പോകാനായിട്ട്. അവരവരുടെ വീടുകളിലെല്ലാം സദ്യയായിരിക്കും. നേരെ വീട്ടിൽ പോയാൽ സദ്യയായിരിക്കും. ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട്? ബാലരാമപുരം ഗോകുലം ബുട്ടിക് സെന്ററിൽ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ്. നമ്മുടെ അമ്പലത്തിലെ ഉത്സവമല്ലേ, അപ്പോൾ എല്ലാവരും ഇതുപോലെ പുത്തനുടുപ്പുകൾ സ്റ്റിച്ച് ചെയ്തിട്ടായിരിക്കും അമ്പലത്തിലോട്ട് വരിക. ഞാനൊരു സ്കർട്ടും ടോപ്പും സ്റ്റിച്ച് ചെയ്ത് തരാൻ പറഞ്ഞു. അതുപോലെ എനിക്ക് തച്ച് തന്നിട്ടുണ്ട്. ബോംബെ ടെക്സ്റ്റൈൽസിൽ നിന്നാണ് മെറ്റീരിയൽ എടുത്തത്. സോഫ്റ്റ് ഓർഗാൻസ എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടി ഇതാ റെഡിയായി നിൽക്കുകയാണ്. ആദ്യം എഴുന്നള്ളത്താണ് കാണാൻ പോകുന്നത്. ഈ ഒരു കാഴ്ച കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഏകദേശം 1 മണിക്കൂറോളം ഈ എഴുന്നള്ളത്ത് നീണ്ടു നിൽക്കും. ദേവി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ 200ഓളം തൂക്കക്കാർ ഇതുപോലെ ചമഞ്ഞ് ദേവിയുടെ അനുഗ്രഹം മേടിക്കാനായി കാത്തു നിൽക്കും. അനുഗ്രഹവും മേടിച്ചുകൊണ്ട് താലപ്പൊലിയും മുത്തുക്കുടകളും നെയ്യാണ്ടിമേളവും പഞ്ചവാദ്യവുമായിട്ട് ഒരു ഘോഷയാത്ര പോലെ നമ്മുടെ ക്ഷേത്രത്തിലോട്ട് തിരിക്കും. ഇനി ഞങ്ങളും ദേവിയോടൊപ്പം നേരെ ക്ഷേത്രത്തിലോട്ട് പോവുകയാണ്. രാവിലെ 10 മണിയോട് കൂടിയാണ് ആദ്യ തൂക്കം നടക്കുന്നത്. നമ്മുടെ 2026 തൂക്ക മഹോത്സവം ഫൈനൽ ദിവസമാണെന്ന്. തൂക്കം നടക്കുന്ന ദിവസമാണ്. എല്ലാവരും വളരെ ഹാപ്പിയിലാണ്. ഹാപ്പി മോഡാണ് നമുക്കിന്ന്. അപ്പം ഇന്നുകൊണ്ട് ഉത്സവം തീരുകയാണ്. തൂക്കം പ്രമാണിച്ച് നമ്മുടെ ചൈന പ്രദേശത്തിന്റെ സായാഹ്ന ഭക്ഷണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ഗംഭീരമായിട്ട് കണ്ടില്ലേ, ഈ ക്യൂ അങ്ങ് ക്ഷേത്രത്തെ ചുറ്റിയുള്ള ക്യൂ ആണ്. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും. ഭക്ഷണം കഴിക്കുന്നവരായാലും വളരെ സന്തോഷത്തോടെയാണ് അതിന്റെ ഉത്സവത്തിന്റെ പരിസമാപ്തിയിലേക്ക് പൊക്കോണ്ടിരിക്കും തോറും സന്തോഷം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചൈന ബ്രദേഴ്സ് എന്ന് പറഞ്ഞ ഒരു കൂട്ടം ചെറുപ്പക്കാർ ചേർന്ന് നടത്തുന്ന ഒരു സായാഹ്ന ഭക്ഷണമാണ് കേട്ടോ. രാത്രി വൈകിയും ഇവർ എല്ലാവർക്കും നല്ല രീതിയിലാണ് ഭക്ഷണം നൽകുക. അപ്പോൾ ഈ ചൈന ബ്രദേഴ്സിലെ ഒരു അംഗം കൂടിയാണ് കേട്ടോ ഞങ്ങളും. അപ്പോൾ ഇതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്കും ഒരു സന്തോഷമുണ്ട്. നമ്മുടെ സന്തോഷങ്ങളുടെ കൊടുമുടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം നമ്മുടെ തൂക്ക മഹോത്സവമാണ്. അപ്പോൾ എല്ലാവരുടെയും മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് അറിയാൻ പറ്റും. പിന്നെ ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കാണുന്നവരെ ഇന്ന് വീഡിയോ ഇല്ലയോ എന്ന് ചോദിക്കുന്നു. കഴിയുന്ന ദൃശ്യങ്ങൾ നിങ്ങളിലേക്ക് നമ്മുടെ ഈ പരിമിതമായ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ എത്തിക്കും. എന്തായാലും എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് ഉണ്ടാവണം. നമ്മുടെ ചാനലിനെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. ക്ഷേത്രത്തിൽ നിന്നിട്ടാണ് ആദ്യമായിട്ട് ഞാൻ പറയുന്നത്. ഞങ്ങളുടെ ചാനലിനെ ഒന്ന് ഫോളോ ചെയ്തേക്കണം. നല്ല നല്ല വീഡിയോകളും നല്ല നല്ല കാര്യങ്ങളുമായിട്ടൊക്കെ നമ്മൾ വരുന്നതായിരിക്കും. ഇതാണ് പിള്ള കെട്ടി തൂക്കം. കുഞ്ഞു മക്കളെ ഇതുപോലെ തൂക്കക്കാർ കയ്യിലെടുത്തിട്ട് മുകളിലോട്ടൊന്ന് ഉയർത്തിയിട്ട് താഴോട്ട് കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ചുറ്റിലും വലം വയ്ക്കില്ല. ഇത് നമ്മുടെ ഒരു വിശ്വാസമാണ്. ഭാവിയിൽ നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ നല്ല യശസ്സോടും കീർത്തിയോടും വളരുമെന്നുള്ള ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. 5 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുമക്കൾക്കും ഇതുപോലെ നേർച്ച നടത്താവുന്നതാണ്. എൻ്റെ മോനും 5 വയസ്സിന് മുന്നേ ഇതുപോലെ നേർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരക്കിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. തിരക്കെന്ന് പറഞ്ഞാൽ കൂട്ടമൊന്നും തെറ്റിപ്പോകരുത്, അത്രയും മാത്രം തിരക്കാണ്. കുട്ടികളെയൊക്കെ സൂക്ഷിച്ച് വേണം നിൽക്കാനായിട്ട്. നമ്മുടെ ഒരു കുട്ടിയുണ്ട്, അവൻ അടുത്ത് തന്നെ ഉണ്ട്, കുഴപ്പമില്ല. രക്ഷയുമില്ലാത്ത കാല് വെക്കാൻ ഇടമില്ലാത്ത തിരക്കാണ്. ഈ തിരക്കിനകത്തൂടെ നമ്മൾ ഇങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കുറച്ച് കാഴ്ചകളിലോട്ടൊക്കെ നമുക്ക് പോകാം. ഇതൊക്കെ ഇല്ലാതെ എന്ത് ഉത്സവമല്ലേ. എൻ്റെ കുഞ്ഞുനാൾ മുതലേ ഞാൻ കാണുന്നതാണ് കേട്ടോ ഈ പലഹാരങ്ങളൊക്കെ.
കുലുക്ക് സർബത്തൊക്കെ ഉണ്ട്, ഭയങ്കര തിരക്കാണ്. നമ്മൾ എന്നും ചായ കുടിക്കുന്ന അപ്പുറത്തെ ചായക്കടയാണ്, അവിടെയും ഭയങ്കര തിരക്കാണ്, അടുക്കാൻ പറ്റാത്ത തിരക്കാണ്. അതിന് ഫൈനൽ ദിവസമായതുകൊണ്ട് ഒരു രക്ഷയില്ല, കൈ പൈസ ഇല്ലാതെ ഇറങ്ങാൻ പറ്റില്ല. ഇവന്മാർ ഓരോ പ്രാവശ്യവും ഓരോ വെറൈറ്റിയിലുള്ള ടോയ്സ് കൊണ്ടുവരും. അങ്ങനെ പല വിധത്തിലുള്ള കച്ചവടക്കാരുണ്ട്. ഭരണി അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അവരുടെയൊക്കെ ജീവിത മാർഗങ്ങളാണ്. അപ്പം ഓരോ ക്ഷേത്രങ്ങളും അവർക്കൂടെ ഒരു അനുഗ്രഹമായി മാറുന്ന ഒരു സന്ദർഭമാണ് ഇതൊക്കെ. ഇത് കണ്ടോണ്ട് എൻ്റെ മോൻ ഇത് വേണം, ഇതൊക്കെ കൊണ്ടുപോയി ഇത് ഓടിക്കുമെന്ന് തന്നെ അറിയത്തില്ല, എല്ലാം നുള്ളിപ്പറക്കി വെളിയിൽ കളയും. സംഭവം ഇതൊക്കെ കൊള്ളാം, വെറൈറ്റി ആയിട്ട്. പറയെടുപ്പൊന്നുമല്ല, ചെണ്ട കൊട്ടാണ്. ഒരു ചെണ്ടയെ മാറ്റി കൊട്ടിക്കൊണ്ട് നടക്കുകയാണ്. ഇനി വേറെ സംഭവം 10 വെച്ചാൽ 100, 100 വെച്ചാൽ 1000. അത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കുറേ ദിവസം കൊണ്ട് വന്നു. ചിലർക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. എനിക്ക് പിന്നെ ഇങ്ങനെയുള്ള ലക്കൊന്നും പരീക്ഷ കിട്ടത്തില്ല. കൈ ഇരിക്കുന്ന പോവും, ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്, അതുപോലെ പോകുന്നുമുണ്ട്. 10 300 കിട്ടി അതുകൊണ്ട് തെറിക്കുന്നതാണ് നല്ലത്. അത് വീണ്ടും വെച്ച് കളിക്കുന്ന പണി പാടും, കയ്യിലേയും കൂടെ പോവും. ഇത് കണ്ടോ? സമയം രാത്രി 10:30 ആയിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അവസാനത്തെ തൂക്കാണ്. അവസാനത്തെ ഈ തൂക്കത്തോടു കൂടി നമ്മുടെ ഈ വർഷത്തെ തൂക്ക മഹോത്സവം അവസാനിച്ചിരിക്കുകയാണ്.